Better bomb, better bomb, better bomb, better bomb. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാലിനോപ്പി ഗെയിമിംഗ്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ന്യൂ സ്റ്റേറ്റ് എയർലി വേർഷൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറിയിട്ട് ഒരു മാച്ച് കളിച്ച് നോക്കാം, എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സോളോ വാസസ് സ്കോഡ് കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഓഫ് ആക്കുന്ന ഓപ്ഷനൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ സ്കോഡ് ഇട്ടിട്ട് സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ ഞാനിത് ആദ്യത്തെ കളിയിൽ നമ്മളിപ്പോൾ പബ്ജി എടുത്താലും ആദ്യം ഒരു ബോട്ട് ലോബി ചെല്ലുന്ന പോലെ ഞാൻ ആ ഒരു ബോട്ട് ലോബി ചെന്നൊരു കളി കളിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പബ്ജി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബോട്ട് ഡ്രസ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു ഷർട്ടും പാൻറ്റും ഷൂ എല്ലാം ഇതിനകത്ത് നേരത്തെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെൻസിറ്റിവിറ്റിയും കൺട്രോളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ബോണാലിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ മൊത്തം പ്ലേയേഴ്സാണ്. ഇപ്പോൾ ബോട്ടൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ബീറ്റ വേർഷൻ വരാൻ നോക്കിയിരിക്കുമെന്ന് തോന്നുന്നു. എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ. അപ്പോൾ നമ്മുടെ മാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നേരെ നമ്മളിപ്പോൾ പ്ലെയിനെ കയറി. അപ്പോൾ പ്ലെയിനിൽ നിന്ന് വരുന്ന ഈ ഒരു ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല. ഈ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നത് അതൊന്ന് സൂപ്പറായിട്ടുണ്ട് കാണാൻ. അപ്പോൾ മാപ്പ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇവിടുന്ന് കാണാൻ. അപ്പോൾ ഇന്ന് താഴെ ഇറങ്ങിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ടെസ്ലയുടെ ഒരു ഈവൻറ്റ് വന്നപ്പോൾ ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് ആകാശത്ത് എഴുതി കാണിച്ച പോലെ ഇതിൻ്റെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നല്ല വീടുകളൊക്കെ ഉള്ള സ്ഥലം നോക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ടീമേറ്റും അമ്മമാരും അവിടെ തന്നെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ ഞാൻ അവിടെ തന്നെ അങ്ങ് ചാടി. അപ്പോൾ നമ്മളിപ്പോൾ താഴെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് എനിമിസിനൊക്കെ അടിക്കാൻ പോകാം. അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ പൊട്ടുന്ന സൗണ്ട് സൂപ്പറായിട്ടുണ്ട്. നല്ല സൗണ്ട് എഫക്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ BGMയിൽ ഗ്ലാസ്സൊക്കെ പൊട്ടുന്ന ഒരു സൗണ്ടേ അല്ല, നല്ല സൗണ്ടാണ് ഇതിനകത്തിലെ ഗ്ലാസ്സൊക്കെ പൊട്ടുന്നത് കേൾക്കാൻ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തോക്കൊന്നും സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു തോക്കെടുത്ത് പുറകെ വെച്ചിട്ട് മറ്റേ തോക്ക് എടുക്കാൻ നല്ല താമസം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ലൂട്ടൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് വന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിനെ അന്വേഷിച്ച് ഞാൻ വീടിനെ ചുറ്റിനും കിടന്ന് ഓടിയൊക്കെ ഇതിനെ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓടുന്ന ഒരു ഫൂട്ടും എനിമിയുടെ ഫൂട്ടും ഒരുപോലെയാണ്. നമുക്ക് പെട്ടെന്നൊരു എനിമിയൊക്കെ താഴെ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് അറിയത്തില്ല, നമ്മൾ തന്നെ ഓടുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ലൂട്ട് ക്രേറ്റിൻ്റെ പുക വന്ന് നല്ല രസമുണ്ട് കാണാൻ. ഒരു നീല കളർ നമ്മുടെ ഗ്ലേഷ്യർ പോലെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കുറേ നേരം നിന്നണക്കെ ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. അപ്പോൾ ഒരു വണ്ടി നോക്കിയിട്ട് വണ്ടിയും കാണുന്നില്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഓടി കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, സൂപ്പർ ബൈക്ക്. നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഇത് ഓടിക്കാൻ. ഒരു രക്ഷയില്ല. എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ടയറേ കൂടെ ഒരു നീല കളർ ലൈറ്റൊക്കെ കത്തും. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലെ എനിമീസിനൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ മുന്നിലൊരുത്തിന് ഓടുന്ന കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി കൊണ്ട് അടുത്ത് നിർത്തിയണൊക്കെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു വെച്ചാൽ. എന്തായാലും ഞാനിങ്ങനെ അവൻ്റെ അടുത്തോട്ട് ഓടിയിട്ട് UMP എടുത്തുനിന്ന് അടിച്ചു നോക്കി. അപ്പോൾ UMPക്ക് ഒരുമാതിരി വല്ലാത്ത റീക്കോയിൽ. അപ്പോൾ എന്തായാലും ഇത് ഒരു ബോട്ടാണ്, നമുക്ക് ഞങ്ങൾക്കൊരു പ്ലെയറിനെ കിട്ടിയില്ല. എന്തായാലും പ്ലെയേഴ്സിൻ്റെ കിൽ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേയേഴ്സിനെ നോക്കിപ്പോൾ. അപ്പോൾ നമ്മൾ പ്ലേയേഴ്സിനെ നോക്കി ഈ ഒരു ബൈക്കിൽ കുറേ ദൂരം പോയി. എത്ര ദൂരം പോയാണെങ്കിൽ ഒറ്റ പ്ലേയേഴ്സിനെ കാണാനില്ല. എന്തായാലും ഈ ഒരു ബൈക്ക് ഓടിച്ച് നമ്മൾ ഇത്ര ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വണ്ടിയുടെ പെട്രോളും തീർന്നു പോയി. എന്തായാലും നമ്മളൊരു ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു. കറക്റ്റ് അവിടെ എത്തിയപ്പോഴാണ് വണ്ടിയുടെ പെട്രോളും തീർന്നത്. അതുകൊണ്ട് വലിയ കാര്യമായി. പിന്നെ നമ്മൾ ഇതിനകത്ത് വണ്ടികൾ നോക്കുവാണെങ്കിൽ എല്ലാം നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു ഇത് ഡാസേക്ക് വരാമെന്ന് തോന്നുന്നു ഈ ഒരു കാർ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഒരു US-ന് വാരം വന്ന് ഞാൻ തോന്നുന്നു ഒരു ജീപ്പ് കിടക്കുന്നു. അപ്പോൾ നമുക്കിനി അതിനകത്ത് കയറിപ്പാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വണ്ടിയെ പോയിക്കൊണ്ടിരുന്നോ പെട്ടെന്ന് ഒരു അടി വന്ന് എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് അടി വന്നിട്ട് മനസ്സിലായി. നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് എൻ്റെ അടുത്തോട്ട് ഇടിച്ച് കയറ്റി രണ്ടുപേര് നമ്മളെ മുട്ടയടി. ഞാൻ ഒരുത്തിന് നോക്കി ടേക്കാൻ വെച്ച് അടുത്തതിൻ്റെ റീലോഡായപ്പോൾ ഞാൻ യൂസ് വെച്ച് കയറി അവനെ അടിച്ച് രണ്ടുപേരെ ഇട്ടു. എന്തായാലും രണ്ടുപേരെ ഉള്ളായിരുന്നു, ഒരാളോട് ഉണ്ടായിരുന്നു എൻ്റെ കാര്യം തീർന്നതിന്. എന്തായാലും ഞാൻ അമ്മമാർ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട്, കാരണം എൻ്റെ HP 3 HP ഉള്ളൂ. അവരുടെ ടീംമേറ്റ്സിന് ഈസി ആയിട്ട് എന്നെ അടിച്ചിടാൻ പറ്റും. എന്തായാലും ഞാൻ അവരെ അടിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പൊസിഷൻ മാറി. അപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ നമ്മുടെ വണ്ടി നോക്കിയപ്പോൾ അടിച്ച് കത്തിച്ചിട്ടേക്കുന്നു. എന്തായാലും ഞാൻ അമ്മാരുടെ വണ്ടി എടുത്തുകൊണ്ട് പിന്നെ ഇവിടുന്ന് പോയി. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി പൊക്കോണ്ടിരുന്നപ്പോൾ അതിലേക്കൂടെ ഒരുത്തും ഓടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പ്ലെയർ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കോപ്പ് ചെയ്ത് അവനെ അടിച്ചിട്ട്. സ്കോപ്പ് കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ഹോളോ ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വന്നപ്പോൾ ഹോളോ കുറച്ചുകൂടെ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അവനെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് വിട്ടു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ എന്തുകൊണ്ട് സാധനം മേളിൽ നിന്ന് ഒന്ന് വീഴുന്ന കണ്ടു. എന്തായാലും അത് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇവൻ്റെ പെട്ടിയിൽ നിന്ന് കുറച്ച് ലൂട്ടിയിട്ട് പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളത് ഇങ്ങനെ പോകാൻ നേരത്തെ ഏത് ഒരുത്തം കാട്ടിൽ നിന്ന് തന്നെ അടിച്ചിട്ടു. എനിക്ക് തോന്നുന്നു ഇവൻ്റെ ടീമേറ്റ് ആയിരിക്കുമെന്ന് ഞാൻ അടിച്ചിട്ടവൻ്റെ. എന്തായാലും അവനെ ഞാൻ ആദ്യമേ ഫിനിഷ് ചെയ്ത് വിട്ടായിരുന്നു. അപ്പോൾ ഇവനെ എന്നെ അപ്പം തന്നെ ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും ഞാൻ ഇതിനകത്തിലെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫൂട്ടും എനിമിയുടെ ഫൂട്ടും ഒരുപോലെ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അറിയത്തുപോലും ഇല്ല പെട്ടെന്ന് എവിടുന്ന് അടി വരുന്നത് നമ്മളാണോ എനിമിയാണോന്ന്. അപ്പോൾ നമ്മൾ ടീമേറ്റ് അവനെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര നേരം ആരെങ്കിലും കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ദയവേത് ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഗൈസ് ഈ ഒരു ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.